നമസ്കാരം. തുഞ്ചൻ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെട്ടം വാക്കാട് ബൈക്ക് അപകടം, യുവാവ് മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. പൊന്മുണ്ടം ബൈപ്പാസ് അലൈൻമെന്റ് മാറ്റണമെന്ന നാട്ടുകാർ ബദൽ അലൈൻമെന്റും സമർപ്പിച്ചു. തിരൂർ മാർക്കറ്റിലെ മത്സ്യവ്യാപാരികളുടെ നബിദിനാഘോഷം ശ്രദ്ധേയമായി. 4000-ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. തിരൂർ അന്നാരയിൽ സ്വകാര്യ സ്കൂൾ പൊന്നാനിപ്പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതായി പരാതി. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. വെട്ടം വാക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. വെട്ടം വാക്കാടാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടത്. 3 പേർക്ക് പരിക്കേറ്റു. വാക്കാട് വട്ടിയം വീട്ടിൽ മുസ്തഫയുടെ മകൻ റാഷിദ് ആണ് മരണപ്പെട്ടത്. 22 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30 വീടിന് സമീപത്ത് അപകടമുണ്ടായത്. തിരൂർ മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളിയായ റാഷിദും കൂട്ടുകാരനും കൂടി ബൈക്കിൽ തിരൂരിലേക്ക് വരുന്നതിനിടെ പറവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന മോട്ടോർ സൈക്കിൾ ഇടിക്കുകയായിരുന്നു. റോഡിൽ തലയിടിച്ചു വീണ റാഷിദ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റാഷിദിന്റെ മൃതദേഹം തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അവിവാഹിതനാണ്. സഫൂറയാണ് മാതാവ്. നിഷാദ്, ജാബിർ, ഫർസാദ് എന്നിവർ സഹോദരങ്ങളാണ്. എറണാകുളം പറവൂരിൽ നിന്നും മാഹിയിലേക്ക് ടൈൽസുമായി പോയ ലോറി തിരൂരിൽ അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് തിരൂർ പൊറ്റത്തപ്പടിയിൽ അപകടം സംഭവിച്ചത്. അമിത വേഗതയിൽ എത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിനിടെ ലോറിയുടെ ഉള്ളിൽപ്പെട്ട ലോറി ഡ്രൈവർ കണ്ണൂർ സ്വദേശി സുരേഷ്, ക്ലീനർ അനൂപ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി നിയന്ത്രണം വിട്ട് മറിയുന്ന സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്ത്. പദ്ധതി പ്രാവർത്തികമാക്കാൻ പുതിയ അലൈൻമെന്റുമായാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. 1992 നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച തിരൂർ തെക്കുമുറി പൊന്മുണ്ടം ബൈപ്പാസ് റോഡ് എങ്ങുമെത്താത്ത സ്തംഭിച്ചതിനെ തുടർന്നാണ് പനമ്പാലം കോട്ടു നിവാസികൾ രംഗത്തെത്തിയത്. നിലവിൽ ചെറിയമുണ്ടം പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ബൈപ്പാസ് റോഡിന്റെ 2ാം ഘട്ടം കോട്ട്, തലക്കടത്തൂർ, ചെരലിങ്ങൽ വഴി കാന്തള്ളൂർ, മണ്ണാത്തിപ്പാറ വഴിയാണ് സർവേ നടത്തി അലൈൻമെന്റ് ഉണ്ടാക്കിയത്. ചില പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും പ്രമാണിമാരുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ അലൈൻമെന്റ് നിശ്ചയിച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഏക്കർ കണക്കിന് നെൽവയലുകൾ നികത്താൻ ഇടയാകും. മാത്രമല്ല, വർഷകാലങ്ങളിൽ തിരൂർ പൊന്നാനിപ്പുഴ കരകവിഞ്ഞ കോട്ട്, വാണിയന്നൂർ പ്രദേശം വെള്ളപ്പൊക്കത്തിനടിയിൽ പെടും. ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ രംഗത്തിറങ്ങിയത്. ബൈപ്പാസ് റോഡിന്റെ അലൈൻമെന്റ് കോട്ട്, പനമ്പാലം, മീശപ്പടി, മണ്ണാത്തിപ്പാറ, കാന്തള്ളൂർ വഴി മാറ്റി നിശ്ചയിക്കണം എന്നും സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടർക്ക് നിവേദനം നൽകിയത്. ഈ അലൈൻമെന്റിലൂടെ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ 2.5 കിലോമീറ്റർ ദൂരം കുറയുകയും ഏകദേശം 8 കോടി രൂപയോളം ലാഭിക്കാൻ കഴിയുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഇ ഇസ്മായിൽ, മുളിയത്തിൽ ഹംസ, എം നജ്മുദ്ദീൻ, അൻവർ പുല്ലാട്ട്, എൻ കുഞ്ഞലവി ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയമുണ്ടം പ്രദേശം ഉൾക്കൊള്ളുന്ന വാണിയന്നൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന റോഡ്, അതായത് പൈനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് പനമ്പാലം, ഇരിങ്ങാവൂർ വഴി കടുങ്ങാത്തുണ്ടിലേക്ക് പോയിരുന്ന ആ റൂട്ടിലൂടെ ആയിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ അലൈൻമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ചില ആളുകളുടെ അന്നത്തെ ചില PW ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരം പനമ്പാലം വഴി പോകുന്നുണ്ടത് കോട്ട് ഭാഗത്തേക്ക് മാറി തലക്കടത്തൂർ ചെരങ്ങൽ കൂടി ഏകദേശം 2.5 കിലോമീറ്ററോളം നെൽവയലുകൾ തൂർത്തുകൊണ്ട് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിലുള്ള റോഡ് വീതി കൂട്ടി മാത്രം ചെയ്താൽ ഏകദേശം 2.5 കിലോമീറ്ററോളം പുതിയതായിട്ട് റോഡ് എടുക്കുകയും മണ്ണിട്ട് തൂർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സർക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലം ഏകദേശം 3 മീറ്ററോളം താഴ്ചയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് തൂർത്തിട്ട് അതിൻ്റെ അടിഭാഗം 20 മീറ്ററിൽ കൂടുതലും മേൽഭാഗം 10 മീറ്ററുമാണ് ഉദ്ദേശിക്കുന്നത്. തിരുനാവായ പഞ്ചായത്ത് പൊതുശ്മശാനം നാടിന് സമർപ്പിച്ചു. ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ശ്മശാനം നവീകരിച്ചത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം നാടിന് സമർപ്പിച്ചു. കൊടക്കൽ ബന്ദർകടവിന് സമീപമാണ്
ശ്മശാനം നവീകരിച്ച് നാടിന് സമർപ്പിച്ചത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിച്ചത്. 20 ലക്ഷം രൂപ സർക്കാർ ഫണ്ടും 5 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടുമാണ് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരൂർ MLA C. മമ്മൂട്ടി നിർവഹിച്ചു. ചടങ്ങിൽ KV സുബൈദ അധ്യക്ഷയായി. തിരുനാവായ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CP റഷീദ, വെള്ളാടത്ത് മൊയ്തീൻകുട്ടി, PP സീനത്ത, KP സ്വാമിനാഥൻ, അരിപ്പറമ്പിൽ മൈമൂന, S. മുഹമ്മദ് കുട്ടി, മാമ്പറ്റ വനജ, C. ഹംസ, അടിയാട്ടിൽ അബ്ദുറഹ്മാൻ, അമരിയിൽ മുഹമ്മദ്, ഹൈദരാലി MP തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടൻ മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും TP സരസ്വതി നന്ദിയും പറഞ്ഞു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കൃമിഷൻ നടത്തുന്നത് ഇലക്ട്രിക്കലാവുമ്പോൾ ഇപ്പൊ ഏറ്റവും അത്യാധുനിക സൗകര്യം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കാനും സൗകര്യപ്രദമായി അത് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പൊ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഭാവിയിൽ അത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ച് വിപുലീകരിക്കാൻ ഒന്നുകൂടി നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം പറയാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും സേവനം ചെയ്യാനും സാധിച്ച അവർക്ക് ഈ നാടിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബോർഡിനെ മൊത്തമായി എല്ലാ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ, ഭരണാധികാരികളെയും അഭിനന്ദിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ ഉറ്റവരും ഉടവരും നമ്മോട് വിട പറയുമ്പോൾ അവരെ മാന്യമായി ആദരവോടുകൂടി സംസ്കരിക്കാൻ കഴിയുന്ന നല്ലൊരു ഇടം ഇവിടെ നൽകിക്കൊണ്ട് ഈ പഞ്ചായത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുറക്ക് അതിനു മുമ്പ് തന്നെ അത് നിർവഹിക്കാൻ സാധിച്ചതിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നൽകുന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. സൈക്കിൾ സവാരിയുടെ പ്രചരണാർത്ഥം അന്തർജില്ലാ സൈക്കിൾ യാത്രാ പ്രചരണ റാലി നടത്തുന്നു. റാലി ബുധനാഴ്ച തിരൂരിൽ നിന്നും ആരംഭിക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്തർജില്ലാ സൈക്കിൾ യാത്രാ പ്രചരണ റാലിക്ക് ബുധനാഴ്ച തുഞ്ചൻ പറമ്പിൽ തുടക്കമാകും. കഴിഞ്ഞ 9 വർഷക്കാലമായി നടത്തിവരുന്ന സൈക്കിൾ യാത്ര മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 5 ദിവസം പര്യടനം നടത്തും. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുന്നതിനും സൈക്കിൾ ഉപജീവനമായി നടത്തുന്നവരെയും ആദരിക്കുന്നതിനുമായാണ് സൈക്കിൾ യാത്രാ പ്രചരണ റാലി സംഘടിപ്പിക്കുന്നത്. ജനുവരി 6 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ് അധ്യക്ഷനാകും. മലയാള സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ മുഖ്യ അതിഥിയാകും. തുടർന്ന് ആരംഭിക്കുന്ന യാത്ര ചമ്രവട്ടം വഴി ഗുരുവായൂരിൽ സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ 6 ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ച് ചാവക്കാട് ടിപ്പു സുൽത്താൻ റോഡ് വഴി കൊടുങ്ങല്ലൂർ ടൗണിൽ സമാപിക്കും. വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് SN പുരം പാലം വഴി തൃശൂരിൽ സമാപിക്കും. ശനിയാഴ്ച തൃശൂരിൽ നിന്നും ആറങ്ങോട്ടുകര വഴി പട്ടാമ്പിയിലും ഞായർ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച തൃത്താല കുറ്റിപ്പുറം വഴി തിരൂർ ടൗണിൽ സമാപിക്കുമെന്ന സംഘാടകരായ ഡോക്ടർ P. A. രാധാകൃഷ്ണൻ, KG രാധാമണി, വെട്ടം ഗോവിന്ദൻ, KG ശിവശങ്കരൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരൂരിൽ നിന്ന് ഒരു സൈക്കിൾ യാത്ര കഴിഞ്ഞ 9 വർഷമായി ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശൂർ, പട്ടാമ്പി എന്നീ സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ച് തിരിച്ചെത്താറുണ്ട്. 5 ദിവസത്തെ യാത്രയാണ് നടത്താറ്. യാത്രയുടെ ഉദ്ദേശം സൈക്കിൾ സവാരിക്കാരനെ കാണുകയും സൈക്കിൾ റിപ്പയറിംഗുകാരെ കാണിക്കുകയും അങ്ങനെ സൈക്കിളിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് സൈക്കിൾ സവാരിയെ പ്രോത്സാഹിപ്പിക്കുക, ഇത് മാത്രമാണ് ഞങ്ങളുടെ സൈക്കിൾ യാത്രയുടെ ഉദ്ദേശം. അപ്പം നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങും 9 മണിക്ക് ഞങ്ങൾ തിരൂർ തുഞ്ചൻപറമ്പിൽ നിന്ന് തിരൂർ നഗരം ചുറ്റി യാത്രയാവും. 25ഓളം പേര് യാത്രയിലുണ്ടാവും. കുട്ടികളും സ്ത്രീകളും അടക്കം 25ഓളം പേരാണ് യാത്രയിലുണ്ടായിരിക്കുക. പിന്നെ നമ്മളെ മുഖ്യ അതിഥിയായിട്ട് K. ജയകുമാർ സാറ് നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കും. പിന്നെ തിരൂർ DYSP C. വേണുഗോപാൽ സാർ ഉണ്ടായിരിക്കും. MES തിരൂർ താലൂക്ക് സെക്രട്ടറി കൈനിക്കര ഷാഫിയജി ഉണ്ടായിരിക്കും. പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായിരിക്കും. അത് തിരൂർ നഗരസഭ, തിരൂർ മുനിസിപ്പൽ ഗൈഡ്സിന്റെ കുട്ടികളും ജയം സ്കൂളിലെ ഗൈഡ്സിന്റെ കുട്ടികളും യാത്ര അയക്കാനും ഉണ്ടായിരിക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ
വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിലൻ ഗോൾഡൻ ഡയമണ്ട്സ് മിന്നും പൊന്നിന്റെ മണിയറ. മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി ആൻഡ് സ്റ്റൈൽ, തിരൂർ റോഡ്, ആലത്തിയൂർ. Join IPA and become an international accountant. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉയർന്ന റേറ്റിംഗ് ഉള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് IPA നടത്തുന്നത്. ചാപ്റ്റേഴ്സ് തൃശൂർ, കോഴിക്കോട്, കൊച്ചി, വടകര, മഞ്ചേരി, പെരിന്തൽമണ്ണ ആൻഡ് തിരൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ പടിയത്ത് ജ്വല്ലറി ഒരുക്കുന്നു സ്വർണ്ണ പദ്ധതികൾ, സുതാര്യമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ, അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീം. ഈ സ്കീമിലൂടെ കുതിച്ചുയരുന്ന സ്വർണ്ണവില നിങ്ങളെ ബാധിക്കുകയില്ല. ഇനി ഹൃദയം പറയുന്നത് കേൾക്കൂ. പടിയത്ത് ജ്വല്ലറി, ഗോൾഡ്, സിൽവർ, ഡയമണ്ട് ആൻഡ് നാച്ചുറൽ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, താഴെപ്പാലം, തിരൂർ. ചമ്രവട്ടത്തിന്റെ ഭവന സങ്കല്പങ്ങളിൽ ചിത്രചാരുത പകരുന്നു ഹോം സെന്റർ. കമനീയതയുടെ പര്യായമായ വുഡൻ ഫർണിച്ചറുകൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ സമ്പൂർണ്ണ ശേഖരം. വീടൊരുക്കൂ ഇനി ലോകോത്തര മേന്മകളോടെ. ഹോം സെന്റർ, തിരൂർ റോഡ്, ചമ്രവട്ടം. വിപുലമായ സ്വർണ്ണാഭരണ ശേഖരത്തോടുകൂടി നവീകരിച്ച ഷോറൂമിലേക്ക് സ്വാഗതം. സ്വർണ്ണവിലയിൽ നിന്ന് മോചനം നേടുന്നതിനു വേണ്ടി വിപുലമായ മാറ്റങ്ങളോടെയും കൂടുതൽ ആനുകൂല്യങ്ങളോടെയും റഹ്മ ഗോൾഡ് ബുക്കിംഗ്. വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വർണം കൊണ്ടും നിങ്ങളെ തൊട്ടറിഞ്ഞവർ. എന്നും പാലിക്കുന്ന വാഗ്ദാനങ്ങളും മുറിയാത്ത സ്നേഹബന്ധവും. റഹ്മ ഗോൾഡ് സെന്റർ, ആലത്തിയൂർ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആഭരണങ്ങൾ നിർമ്മിച്ചു തന്നിരുന്ന തട്ടാനുണ്ടായിരുന്നു നാട്ടിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ, കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ ആഭരണങ്ങൾ നിർമ്മിച്ചു തന്നിരുന്ന ആ തട്ടാന്മാരുടെ അടുത്തേക്ക് ഇന്ന് ആരും പോവാറില്ല. കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ, എക്സ്ക്ലൂസീവ് ഡിസൈൻസ് വരെ എവിടെയും കിട്ടില്ല. പവൻ ഗോൾഡ്, തിരൂർ. കുറഞ്ഞ തൂക്കത്തിൽ, കൂടുതൽ പൊലിമയിൽ. വ്യാപാര വിസ്തൃതിയുടെ പുതുമകൾ സ്വായത്തമാക്കി മുന്നേറുന്ന തിരൂരിന്റെ പാരമ്പര്യത്തിന് കൂടുതൽ പൊലിമ. റാഹ ഹോം സൊല്യൂഷൻ. അന്താരാഷ്ട്ര രൂപഭംഗിയും മികച്ച ഗുണമേന്മയും കാലത്തിനൊത്ത ഫാഷനും സമന്വയിക്കുന്ന ഫർണിച്ചർ ഷോറൂം റാഹ ഹോം സൊല്യൂഷൻ, ജുബേരിയ ടവർ, ബൈപ്പാസ് റോഡ്, നോർത്ത് BP അങ്ങാടി, തിരൂർ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ചിറകടിച്ചു പറക്കാൻ ന്യൂ സ്റ്റൈൽ ഫർണിച്ചറുകളുമായി വുഡ്ലാൻഡ് ഫർണിച്ചർ. ന്യൂ ജെൻ സ്റ്റൈലുകളിലുള്ള ഫർണിച്ചറുകളുമായി നിങ്ങളെ വരവേൽക്കുന്നു. ഇനി നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഏവരും ഇഷ്ടപ്പെട്ടു പോകും. വുഡ്ലാൻഡ് ഫർണിച്ചർ, ഓപ്പോസിറ്റ് പാട്ടുപറമ്പ് ടെമ്പിൾസ്, തെക്കുമുറി, തിരൂർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം, നിങ്ങളുടെ ആഘോഷം. അക്ഷരനാടിന്റെ മഹിമയ്ക്ക് ഉടയാട ചാർത്തിയ വസ്ത്രാലയം. തുറവായിൽ ടെക്സ്റ്റൈൽസ്. ഹൃദയഭാവങ്ങൾക്ക് വർണ്ണങ്ങളുടെ വിസ്മയചാരുത പകരുന്ന വിവാഹ പട്ടുസാരികൾ. തികച്ചും നമ്മുടേതെന്ന് അഭിമാനിക്കാവുന്ന വസ്ത്രസങ്കല്പങ്ങൾ. തുറവായിൽ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. എല്ലാവരും ഡയമണ്ട് ഇഷ്ടപ്പെടുന്നു, അമൂല്യമായി അണിയുന്നു. പക്ഷേ അമൂല്യമായി കരുതി അണിയുന്ന വജ്രത്തിന്റെ മൂല്യം നിങ്ങൾക്കുറപ്പുണ്ടോ? കട്ട്, കളർ, ക്ലാരിറ്റി, കാരറ്റ്. ഞാൻ വിശ്വസിക്കുന്ന ഡയമണ്ട് ജ്വല്ലറി മർച്ചന്റ് ഉണ്ട് തിരൂരിൽ. മിത്ര ഡയമണ്ട്സ്. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ്, തിരൂർ. IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്. ഒരു ദിവസത്തിന്റെ 1/3 നാം ചെലവഴിക്കുന്നത് വിശ്രമത്തിന് വേണ്ടിയാണ്. അതിനനുയോജ്യമായ കിടക്കകൾ തിരഞ്ഞെടുക്കാൻ ബെഡ് എംപോറിയം സന്ദർശിക്കുക. 10 വർഷത്തെയും 5 വർഷത്തെയും വാറന്റിയോട് കൂടിയ അമേരിക്കൻ ബെഡ്സ് കമ്പനിയുടെ ഇലക്ട്രോണിക് സ്പ്രിംഗ് കോയിൽ കിടക്കകളും. ദ ബെഡ് എംപോറിയം, ഫെഡറൽ ബാങ്കിന് സമീപം, പൂങ്ങാട്ടുകുളം, തിരൂർ. മൊബൈൽ 9745120347. ഫസ്റ്റ് ടച്ച് ഓഫ് ലവ്, തേൻപാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി. മനോഹരവും പ്രൗഢഗംഭീരവുമായ പട്ടുസാരികൾ, വശ്യമനോഹരമായ വെഡിംഗ് ഡ്രസ്സുകൾ, വർണ്ണവിസ്മയം കൊണ്ട് മനം കവരുന്ന കിഡ്സ് വെയറുകൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ വർണ്ണവിസ്മയ സുന്ദര വസ്ത്രലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാവി ടെക്സ്റ്റോറിയം, സിവിൽ സ്റ്റേഷന് മുൻവശം, തിരൂർ. ഫോക്കസ് സെക്യൂരിറ്റി സിസ്റ്റംസ്, കുറ്റിപ്പുറം റോഡ്, ആലത്തിയൂർ.
നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഓഫീസിനോ വേണ്ട എല്ലാവിധ സെക്യൂരിറ്റി സിസ്റ്റവും ഫിറ്റ് ചെയ്തു തരാൻ. കൂടാതെ കമ്പ്യൂട്ടർ സർവീസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഫോക്കസ് സെക്യൂരിറ്റി സിസ്റ്റംസ്, കുറ്റിപ്പുറം റോഡ്, ആലത്തിയൂർ. ഫോൺ 9946 432866. Sanha Fashion, the art of dressing. തിരൂർ, വളാഞ്ചേരി. എന്താ ഇവിടെ ജോലി ലഭിക്കണമെങ്കിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ മാത്രം ഉണ്ടായാൽ പോരാ. പിന്നെ കേരള സർക്കാർ PSC അംഗീകൃത സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതാണ് കാര്യം. നമ്മുടെ വിലപ്പെട്ട സമയവും പണവും പാഴായി പോവാതിരിക്കാൻ അതേ മാർഗം. അല്ല, നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല. എന്താ കാരണം? ഞാൻ സർക്കാർ അംഗീകാരമുള്ള റൂട്രോണിക്സിന്റെ കമ്പ്യൂട്ടർ കോഴ്സാണ് പഠിച്ചത്. PSC അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ് എന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജോലി എനിക്ക് ഉറപ്പാണ്. യെസ്, വിവേകശാലികളും ബുദ്ധിശാലികളുമായവർ എന്നും തിരഞ്ഞെടുക്കുന്നത് കേരള ഗവൺമെന്റ് സ്ഥാപനമായ റൂട്രോണിക്സിന്റെ കമ്പ്യൂട്ടർ കോഴ്സുകൾ മാത്രം. IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. നമ്മൾ അരികിലില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് ഏറ്റവും മികച്ച തന്നെ കൊടുക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. ഇവിടെ ഇപ്പോ വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ്, മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ. എനിക്കുറപ്പുണ്ട് ഫോംസ് പ്ലസിൽ എന്റെ കുടുംബം സുരക്ഷിതരായിരിക്കും. മാറുന്ന കാലത്തിനൊപ്പം ഒരു നല്ല തീരുമാനം. ഫോംസ് പ്ലസ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വില്ലാസ്, തിരൂർ. ഹരിത കേരളത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള വയനാടൻ മലനിരകളിലെ പ്രകൃതി സമ്പത്തിൽ നിന്നും സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമൊരുക്കി ഗാന്ധിഗ്രാമം വയനാട് നിങ്ങളെ സ്വാഗതം ചെയ്യും. ബ്രാഞ്ചസ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തെക്കുംമുറി, തിരൂർ. ചമ്രവട്ടം പാലം മലബാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിച്ചു. അർപ്പണ മനോഭാവം, കഠിന പ്രയത്നം, അതൊന്നു മാത്രമാണ് ഓരോ വിജയത്തിന് പിന്നിലെയും രഹസ്യം. സ്വപ്നങ്ങൾ അനിർവചനീയമാണ്. ഡാറ്റ ലക്കി സെന്റർ, ഭാഗ്യവാന്മാരുടെ വിജയമന്ത്രം. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഡാറ്റ ലക്കി സെന്റർ. പതിറ്റാണ്ടിന്റെ പരിശുദ്ധ വിശ്വാസത്തിന്റെ തങ്കത്തിളക്കവുമായി ആലത്തിയൂരിൽ അൽമദീന ജ്വല്ലറി 11ാം വയസ്സിലേക്ക്. 2016 ജനുവരി 1 വരെ എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക സമ്മാനങ്ങൾ. പതിറ്റാണ്ടിന്റെ പകിട്ടാർന്ന പാരമ്പര്യവുമായി അൽമദീന ജ്വല്ലറി, ചമർവട്ടം റോഡ്, ആലത്തിയൂർ. ഫോൺ 0494 3254 233. മൊബൈൽ 9846 349001. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടായി വിശ്വസ്തതയുടെയും പരിശുദ്ധിയുടെയും സുവർണമുദ്രയുമായി മഹർ ഗോൾഡ് സെന്റർ. 916 പരിശുദ്ധി, ആജീവനാന്ത ഗ്യാരണ്ടി. നൂതന മോഡലുകളിലുള്ള ഫാഷൻ ആഭരണങ്ങൾക്കൊപ്പം പരമ്പരാഗത ആഭരണങ്ങളും ഞങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാറ്റുകൂടിയ സ്വർണ്ണാഭരണം, മനം നിറയെ വിശ്വാസം. മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. വാർത്തകൾ തുടരുന്നു. തിരൂർ മത്സ്യവിപണന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ മാർക്കറ്റിൽ നബിദിനാഘോഷം നടന്നു. 4000-ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. തിരൂർ മത്സ്യ മാർക്കറ്റിലെ മത്സ്യവിതരണ സംഘങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കാലത്ത് 4000-ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ആഘോഷം ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മുഷാവറ അംഗം എ മുരക്കേർ ഫൈസി അധ്യക്ഷനായി. റഹ്മത്തുള്ള കാസിമി മൂത്തേടം മുഖ്യപ്രഭാഷണം നടത്തി. പരുത്തിക്കുന്നിൽ ഹബീബ, ഇബ്രാഹിം, റഫീഖ, ഇ സാജിദ് മൗലവി, കൽപ്പ ബാബ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ സഹകരണ പരിശീലന കോളേജ് കലോത്സവം സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു. തിരൂർ സഹകരണ പരിശീലന കോളേജിൽ സഹകരണ കലോത്സവവും അബ്ദുൽ ഖാദർ മിലൻ എൻഡോമെന്റ് വിതരണവുമാണ് വിപുലമായ പരിപാടികളോടെ നടന്നത്. പരിപാടിയിൽ വാർഡ് കൗൺസിലർ കൽപ്പ ബാബ അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രിൻസിപ്പൽ വത്സൻ മിലൻ അനുസ്മരണ പ്രസംഗം നടത്തി. എൻഡോമെന്റ് വിതരണം ചെയർമാൻ എസ് ഗിരീഷ് നിർവഹിച്ചു. ചെയർമാനിൽ നിന്ന് ഷാനുമോൾ, ദിവ്യ PP എന്നിവർ എൻഡോമെന്റ് ഏറ്റുവാങ്ങി. കോഴിക്കോട് സഹകരണ കോളേജ് ലെക്ചറർ ചന്ദ്രൻ, അധ്യാപകരായ കവിത, സുജിത, കൃഷ്ണപ്രിയ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. PT സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു. മന്ത്രി ശ്രീ ജി സുധാകരനാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ശൈശവ ദിശയിൽ നിന്ന് മെച്ചപ്പെടാൻ സാധിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. വഴിയിലെ കാര്യം വളക്കെ അറിയുള്ളൂ പറഞ്ഞ പോലെ അവിടുത്തെ ധനസ്ഥിതി ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ
പര്യാപ്തമായിട്ടുള്ളതല്ല. തീർച്ചയായും ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ വരുമ്പോൾ ബാവാക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കോളേജിന്റെ കാര്യം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ പിന്നെ MLA-യും MP-യും അന്നാലാവുന്നത് എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകും എന്നുള്ളതാണ് അറിയിക്കേണ്ടത്. നമ്മുടെ അതിവിപുലമായിട്ടുള്ള ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സാണ് സഹകരണ മേഖല എന്നത്. തിരൂർ അന്നാരിയിൽ സ്വകാര്യ സ്കൂളിൽ നിന്നും മാലിന്യങ്ങൾ പൊന്നാനിപ്പുഴയിലേക്ക് ഒഴുക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തിരൂർ ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. സ്കൂളിലെ മാലിന്യങ്ങൾ വൻതോതിലാണ് പുഴയിൽ ഒഴുക്കുന്നതെന്നാണ് ആക്ഷേപം. ഭാഗത്ത് സ്കൂളിന്റെ പിന്നിൽ ഭയങ്കരമായിട്ട് മാലിന്യങ്ങൾ ഇട്ട കാരണം ഞങ്ങൾക്ക് ഭയങ്കര കൊതുകടിയും അസുഖങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമായ കൊതുക് സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ആണെങ്കിൽ ശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പനി, കഫക്കെട്ട്, എപ്പോഴും ഡോക്ടറെ അടുത്ത് പോകാൻ തന്നെ ഇടമുള്ളൂ. പൈപ്പിട്ടാണ് മാലിന്യങ്ങൾ പൊന്നാനിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളടക്കം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. ശല്യം എന്ന് പറഞ്ഞാൽ കൊതുകിന്റെ ശല്യമാണ്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്മെല്ല്, കാറ്റിന്റെ ഗതിക്കനുസരിച്ചിട്ട് കൂടുതൽ സ്മെല്ലുകൾ ഇങ്ങനെ വീട്ടിൽ ദുർഗന്ധമായിട്ടുള്ള ഒരു ഇതാണ്. ആൾക്കാർ വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും എന്താ എന്നുള്ളത്. നമ്മളിവിടെയുള്ള പരിസരത്തുള്ള മാലിന്യത്തിൻ്റെ ആണോ അതോ വീട്ടിൻ്റെ ഉള്ളിലത്തെ വല്ലതാണോ എന്നുള്ള സംശയം വരുന്നത്. പക്ഷെ പിന്നെയാണ് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. രോഗഭീതിക്കും ഇത് കാരണമാകുന്നു. മാലിന്യം തള്ളൽ നിർത്തണമെന്ന് നാട്ടുകാർ പലതവണ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടതാണെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂളിനെതിരെ സമരം ആരംഭിക്കുമെന്ന് BJP അന്നാര ബൂത്ത് ഭാരവാഹികൾ പറഞ്ഞു. ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ മാലിന്യം തള്ളുന്ന തുറസായ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് അവിടെയുള്ള വേസ്റ്റും മാലിന്യവും എല്ലാം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ടാങ്ക് കുത്തിയിട്ട് അതിലേക്ക് നിക്ഷേപിക്കുന്നതിന് പകരം ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പുഴയാണ്. ഈ പുഴയിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ അത് മുഴുവൻ അങ്ങോട്ട് പുഴയിലേക്ക് തന്നെ വന്ന് അടിയുകയാണ്. പുഴയും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നാട്ടിൽ നിന്നുള്ളവർ തന്നെ നടത്തുന്നതാണ്. ഈ അധികാരികളായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിന് മുന്നറിയിപ്പ് കൊടുത്താണ്. വീണ്ടും ഈ ഇത് തന്നെയാണ് ഇതിനുള്ളൊരു ഇത് ഉണ്ടാക്കിയിട്ടില്ല. വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. ഇതിന് ശക്തമായ ഒരു മറുപടി ഇവർ തരേണ്ടതാണ് ഞങ്ങൾക്ക്. പിന്നെ ആരോഗ്യകേന്ദ്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ വന്നു പോകുന്നവർക്കും ഈ നാട്ടിലുള്ളവർക്കും എല്ലാം രൂക്ഷമായ ഒരു ആരോഗ്യ പ്രശ്നം തന്നെ ഇത് ബാധിക്കുന്നതാണ്. തിരൂർ താലൂക്കിൽ അനിശ്ചിതകാല ടിപ്പർ ലോറി സമരം ആരംഭിച്ചു. സമരം നീളുന്നത് നിർമ്മാണ മേഖലയെ ബാധിക്കും. തിരൂർ RDOയുടെ ടിപ്പർ തൊഴിലാളി ഉടമവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തിരൂർ താലൂക്കിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. തൊഴിലാളികളെയും ഉടമകളെയും RDO പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് ഇവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. RDO ഓഫീസ് മാർച്ചും തുടർന്ന് ചർച്ചയും നടന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. തുടർന്നാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. സമരം ഏതാണ്ട് പൂർണ്ണമാണ്. സമരം തുടർന്നാൽ നിർമ്മാണ മേഖലയെ ഇത് സാരമായി ബാധിക്കും. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി വേണമെന്നാണ് ഇതോടെ ആവശ്യം ഉയർന്നിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ ടിപ്പർ തൊഴിലാളികളും ഉടമകളും ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലാണ്. ഇതിനു മുന്നോടിയായി ഞങ്ങൾ തിരൂർ RDO ഓഫീസിലേക്ക് കഴിഞ്ഞ 21-ന് ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് ഒരു വൻ വിജയമായിരുന്നു. ഞങ്ങൾ RDOവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലാണ്. ഇതിനുള്ള പ്രത്യേകിച്ചുള്ള ഒരു കാരണം തിരൂർ RDO ഒരു ധിക്കാരപരമായി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഭീമമായ പിഴ ചുമത്തുകയുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മേഖലയിൽ ഞങ്ങൾ അന്നന്ന് കഴിഞ്ഞു പോകുന്ന ചെറുകിട ടിപ്പർ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിത വ്യവസ്ഥക്ക് കോട്ടം തട്ടുന്ന ലെവലിലാണ് ഇത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJP നിയോജക മണ്ഡലം കൺവെൻഷൻ തിരൂരിൽ നടന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കൺവെൻഷൻ വിളിച്ചത്. BJP തിരൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനാണ് ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മനോജ് പാറശ്ശേരി അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സുധീർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമ രഘുനന്ദൻ, ദേശീയ സമിതി അംഗം K. ജനചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി K. രാമചന്ദ്രൻ, മേഖലാ പ്രസിഡന്റ് M. രാഘവൻ,
ജില്ലാ വൈസ് പ്രസിഡന്റ് KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുനിൽ പരിയാപുരം സ്വാഗതവും പ്രദീപ് അന്നാര നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിനെ തുടർന്ന് രാഷ്ട്രീയ രംഗത്ത് അരങ്ങത്തും അണിയറയിലും നടക്കുന്ന ചർച്ചകൾ തെളിയിക്കുന്നതിന് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിധേയത്വമുള്ള ചില നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതൃസരണിയിൽ ഉണ്ട്. അതുപോലെ മുസ്ലിം ലീഗിന് വിധേയത്വമുള്ള ചില നിക്ഷിപ്ത താല്പര്യമുള്ള നേതാക്കന്മാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃസരണിയിലും. ഇവർ തമ്മിലുള്ള ഒത്തുകളി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സാമാന്യം ഫലപ്രദമായി നടപ്പാക്കിയ ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. ആ ഒത്തുകളിയുടെ ഫലമായി BJPക്ക് ലഭിക്കുമായിരുന്ന നേരായ പോരാട്ടത്തിൽ നമുക്ക് കിട്ടുമായിരുന്ന നിരവധി സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മംഗലം പുല്ലൂണിയിൽ വിളക്കുത്സവം വിപുലമായി നടന്നു. വിശേഷാൽ പൂജകളിലും മറ്റും നിരവധി പേർ പങ്കെടുത്തു. മംഗലം പുല്ലൂണി ചിറ്റേപ്പുറത്ത് വിളക്ക് മഹോത്സവം വർണ്ണാഭമായി നടന്നു. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വിശേഷാൽ പൂജകളും അന്നദാനവും നടന്നു. ചന്ദ്രൻ സ്വാമി വിളക്കിന് നേതൃത്വം നൽകി. ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത്. ചമ്രവട്ടത്ത് തേനീച്ചക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. 4 പേർക്ക് കുത്തേറ്റു. ചമ്രവട്ടം അങ്ങാടിയിൽ മുണ്ടുവളപ്പിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിലാണ് വൻ തേനീച്ചക്കൂടുള്ളത്. തേനീച്ചക്കൂട് പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയാണ്. ഇതിനോടകം 4 പേർക്ക് കുത്തേറ്റു. കൂട് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ്. രാത്രികാലങ്ങളിലാണ് തേനീച്ച ശല്യം രൂക്ഷം. തേനീച്ചക്കൂട് കാരണം ഭയങ്കര ശല്യമുണ്ട്. കുട്ടികളൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ രാത്രിയിൽ ലൈറ്റ് ഇടുമ്പോൾ വീട്ടിനകത്ത് കയറി വന്നിട്ട് കുട്ടികളൊക്കെ കുത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെട്ടം വാക്കാട് ബൈക്ക് അപകടം, യുവാവ് മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. പൊന്മുണ്ടം ബൈപ്പാസ് അലൈൻമെന്റ് മാറ്റണമെന്ന് നാട്ടുകാർ ബദൽ അലൈൻമെന്റും സമർപ്പിച്ചു. തിരൂർ മാർക്കറ്റിലെ മത്സ്യവ്യാപാരികളുടെ നബിദിനാഘോഷം ശ്രദ്ധേയമായി. 4000-ഓളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. തിരൂർ അന്നാരയിൽ സ്വകാര്യ സ്കൂൾ പൊന്നാനിപ്പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതായി പരാതി. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.